KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിന് വയനാട്ടിൽ തുടക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച ചർച്ചയാണ് പ്രധാന അജണ്ട. 123 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം നൽകിയ ആത്മവിശ്വാസത്തിലാണ് KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവ് ബത്തേരിയിൽ ചേരുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്ക് യോഗം രൂപം നൽകും. ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചർച്ചയാകും. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുമ്പോൾ കുറഞ്ഞത് 5 ലക്ഷം ഭൂരിപക്ഷം ഉറപ്പിക്കണമെന്നാണ് നേതാക്കൾ കണക്കുകൂട്ടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കർമ്മപദ്ധതി രൂപീകരിച്ച് പ്രവർത്തിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ രേഖയിൽ ഇന്ന് ചർച്ചകൾ നടക്കും. 70% തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം നേടാനുതകുന്ന നീക്കങ്ങൾക്കാണ് ക്യാമ്പ് രൂപം നൽകുക. അനാവശ്യ പഴിചാരലുകൾ വേണ്ടെന്ന നിർദ്ദേശം നേതൃത്വം തുടക്കം മുതൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നാളെ ഉച്ചയോടെ ക്യാമ്പ് അവസാനിക്കും. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ മുതൽ പോഷക സംഘടനകളുടെ പ്രധാന ഭാരവാഹികൾ വരെ ക്ഷണിക്കപ്പെട്ടവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതേസമയം തൃശൂരിലെ തിരിച്ചടിക്ക് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല. മുരളീധരന് വനവാസത്തിന്റെ ആവശ്യമില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. റിപ്പോർട്ടർ, വയനാട്.